ഹലോ, എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. രാവിലെ തന്നെ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു നമുക്കിന്ന് ഓണിയൻ റൈസും ചിക്കൻ കറിയും പായസം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ അമ്മ സെറ്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കറിയുന്ന കിച്ചണിൽ അമ്മയ്ക്ക് ഒരുപാട് പണി ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ റൈസിൻ്റെ പരിപാടിയെല്ലാം ഞാനും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ നന്ദിയുണ്ട് മോളെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ജോലിയും ഞാൻ എൻ്റെ ജോലിയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഓണിയൻ റൈസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയുള്ള മസാലകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം റൈസ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അമ്മയോട് അമ്മ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു ലോഡ് പുച്ഛം. എന്നിട്ട് പറയുക നീ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ 10 ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു റൈസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ പറയാം കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന്. ഞാൻ ഒരു അക്ഷരവും വേണ്ടിയില്ല, കാര്യം എൻ്റെ ഭാഗത്തും തെറ്റുണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ പപ്പടമൊക്കെ പൊളിച്ചതിന് ശേഷം പോയി പെട്ടെന്ന് ഫ്രഷ് ആയി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മാവ് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കി ആഹാരം കഴിക്കാണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് എൻ്റെ അനിയൻ കുരുത്തം കെട്ട സാധനം അത് ബാക്കിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ചുമ്മാ വെറും ഷോ. അതിനുശേഷം ഞാൻ അമ്മാമ്മ അപ്പൂപ്പൻ അനിയൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അപ്പോഴത്തേക്കും അമ്മാമ്മ എൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയും അമ്മ എന്നെ പ്രസവിക്കാനിരുന്ന ആ